ഹലോ ഗായ്സ്, വൈകിട്ട് എന്താ പരിപാടി? രാത്രി വല്ലതും തിന്നണ്ടേ? ഞാൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഋഷി ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് ഇപ്പോ. ആ സമയത്ത് വേണം എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോ വേറെ പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും കിടപ്പില്ല. അപ്പൊ പിന്നെ 2 തക്കാളി ഉണ്ട്, പിന്നെ പനീറും ഉണ്ട്. അപ്പൊ പനീർ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പനീർ ബട്ടർ മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കറി പകുതി ആയപ്പോഴത്തേക്കും നമ്മുടെ ഋഷി ഉണർന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് എത്തിയേട്ടനും വന്നു. അങ്ങനെ കറിയൊക്കെ ആയി. ചപ്പാത്തിയും പനീറിന്റെ കറിയും കൂടി ഋഷിക്ക് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. പനീറൊക്കെ ഋഷിക്ക് ഇഷ്ടമാണ് കേട്ടോ. വേറെ ഒന്നും അധികം കഴിക്കില്ലെങ്കിലും, പച്ചക്കറി ഐറ്റംസ് ഒന്നും അധികം കഴിക്കില്ലെങ്കിലും ഈ പനീർ, ചിക്കൻ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ കുറച്ച് കഴിക്കും. ഋഷിക്ക് ആഹാരം കൊടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആളിങ്ങനെ ഓടി നടക്കും. വായിൽ എങ്ങനെങ്കിലും കൊടുത്താലും അത് ചിലപ്പോൾ തുപ്പിക്കളയും, അല്ലെങ്കിൽ വാ തുറക്കത്തില്ല. വാ ഇങ്ങനെ അടച്ച് ചേർത്ത് പിടിച്ചേക്കും. എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇച്ചിരി ആഹാരം ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. അപ്പോഴേക്കും പുറത്ത് ഗേറ്റിൽ ഒരു ശബ്ദം കേട്ടു. അപ്പൊ ഞങ്ങൾ ഇറങ്ങിപ്പോയി നോക്കി. അപ്പൊ നമ്മുടെ അയലത്തുള്ള ദീദിയും മകളുമാണ്. പിന്നെ കുറച്ചു നേരം അവരോട് കാര്യമൊക്കെ പറഞ്ഞു നിന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് ദീദിക്ക് നാണം വന്നു കേട്ടോ. അവരിപ്പോ വന്നത് നമുക്ക് കുറച്ച് സാധനങ്ങളും കൊണ്ടാണേ. നമുക്ക് കുറച്ച് കറികളും അതുപോലെ ചിപ്സ് പോലുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത്. അതായത് കണ്ടോ, ഇവര് കൊണ്ടുവന്ന സബ്ജിയാണേ. ഒന്ന് പാവയ്ക്കാണ്, മറ്റേത് മാങ്ങ കൊണ്ട്, പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന എന്തോ ഒരു കറിയാണ്. നമ്മൾ അച്ചാർ വെക്കുന്ന പോലെ അങ്ങനെയല്ല, നല്ല മധുരമായിരുന്നു. അപ്പൊ പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കറി. പിന്നെ ഇത് മറ്റേതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ ഇത് അവരുടെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് ആ ദീദിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ ടൈമാണ് കുട്ടികൾക്ക് ഇപ്പോഴേ. അപ്പോൾ അവർ അവിടുന്ന് കൊണ്ടുവന്ന കുറച്ച് ഈ ഉണക്കി വെച്ചേക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ചിപ്സ് പോലെയുള്ള ഐറ്റംസ് ആണ്. ഇതെല്ലാം അവർ കൊണ്ടു തന്നതാണ് കേട്ടോ. അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കാം. അപ്പൊ നമ്മളും എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ വെക്കുമ്പോൾ ഞാനും കൊടുക്കാറുണ്ട്. കാരണം നമ്മുടെ കേരള സ്റ്റൈൽ കറികളൊക്കെ അവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അവർ ഇവിടുത്തെ സ്റ്റൈൽ കറികളൊക്കെ നമുക്കും തരും. പിന്നെ ഇപ്പൊ കൊണ്ടുവന്ന പാത്രത്തിൽ ഇനി നമുക്ക് എന്തെങ്കിലും ആക്കിയിട്ട് വേണം തിരിച്ചു കൊടുക്കാൻ. ഇവിടെ അങ്ങനെ ഒരു രീതിയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ എല്ലാവരും ഒന്നും ചെയ്യാറില്ല. നമ്മൾ എന്തെങ്കിലും പാത്രത്തിൽ തരുമ്പോൾ അത് കാലിയായിട്ടാണെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കും. ഇനി എന്തെങ്കിലും ആക്കിയിട്ടാണെങ്കിലും തിരിച്ചു കൊടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു രീതിയുണ്ട്. നമുക്ക് എന്തെങ്കിലും തരുമ്പോൾ ആ പാത്രത്തിൽ എന്തെങ്കിലും ഒന്ന് ആക്കിയിട്ട് വേണം തിരിച്ചു കൊടുക്കാൻ. ഋഷിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളും കഴിക്കാനിരുന്നു. ഞങ്ങൾ കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇച്ചിരി വായിൽ വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ആളുടെ വയറ് നിറയ്ക്കുന്നത്. ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നടക്കാൻ പോകാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് ടൈം ഒരുപാടായി. കുറച്ചു നേരം പുറത്ത് നടക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തോട്ട് പോയി. പിന്നെ ഞങ്ങൾ ഫ്രഷായി ഉറങ്ങാൻ പോവാണ്. ഋഷി ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത്. ചിലപ്പോൾ 12 മണിയൊക്കെ ആകും. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഇങ്ങനെ ഓടി നടക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.